അങ്ങനെ ഗായ്സ് നമ്മുടെ ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി പുതിയ നിയമങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ലൈസൻസിൻ്റെ പല കാര്യങ്ങളും കൊണ്ടുവന്നു. അതിൽ ചിലത് നടന്നു, ചിലത് നടക്കാനിരിക്കുന്നു, ചിലത് പാളിപ്പോയി. എന്നാൽ ഇപ്പോൾ ലൈസൻസ് കിട്ടാതെ എന്നെപ്പോലെ കുറേയധികം മണ്ടന്മാർ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ 7 ലക്ഷം പേരെങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും എന്ന് വരുമെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ പുതിയ ഒരു നിയമം കൂടി പാസ്സാക്കിയിട്ടുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, 3 പേർ, നമ്മളൊക്കെ 3 പേരെ വെച്ച് ബൈക്കിൽ പോകാറുണ്ട്. അങ്ങനെ ഇനി കാണപ്പെടുകയോ പോലീസ് പിടിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ലൈസൻസ് റദ്ദാക്കും. അതായത് പിന്നെ അയാൾക്ക് ലൈസൻസ് ഉണ്ടാവുകയില്ല. ആരാണോ വാഹനം ഓടിച്ചത് ആ വ്യക്തിയുടെ ലൈസൻസ് പോകും. അതുകൊണ്ട് 3 പേര് ഉള്ള യാത്ര ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്നുണ്ടാകും, ഇനി അങ്ങോട്ട് ഉള്ള ലൈസൻസ് ടെസ്റ്റ് രീതി മാറി വരികയാണ്. അപ്പോൾ ഉള്ള ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വലിയൊരു തുക അതിനായിട്ട് ചിലവാക്കേണ്ടി വരും. കാരണം അത്തരത്തിലാണ് ഇനി ടെസ്റ്റുകളുടെ രീതിയും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു തുക നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അത് പാസ്സായി കിട്ടുക എന്നുള്ളത് അതിലും മെനക്കെട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് 3 പേരെ വെച്ച് പോകുന്നവർ ദയവായിട്ട് അത് നിർത്തുന്നതായിരിക്കും നല്ലത്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് പോകും. കൂടാതെ നമ്മുടെ വാഹനത്തിലൊക്കെ ഇൻഷുറൻസ് ലഭിക്കുന്ന ഒരു പരിപാടി കൂടെ ഉണ്ട്. അതുകൂടെ നിർത്തിവെക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ 3 പേരെ വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് കരുതുന്ന ആളുകൾ ആദ്യം കയ്യിൽ ക്യാഷ് കരുതുക. അതിനുശേഷം വരുന്ന ടെസ്റ്റുകളെല്ലാം ഒന്ന് കണ്ട് പഠിക്കുക. അതിനുശേഷം മാത്രം 3 പേരെ വെക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് പോവുകയും ചെയ്യും. നിങ്ങൾ വീണ്ടും ടെസ്റ്റ് എടുത്ത് ഫെയിലായി കുത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓക്കെ, താങ്ക്സ്.